നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പുനർജനി കേസിൽ പ്രതിപക്ഷ നേതാവിനെതിരായ വിജിലൻസ് ശുപാർശ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സർക്കാർ എന്നാണ് എം.വി. ഗോവിന്ദന്റെ പക്ഷം. CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്ത സംഭവത്തിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് പറഞ്ഞ എം.വി. ഗോവിന്ദൻ CBI അന്വേഷണം എന്നത് എല്ലാത്തിന്റെയും അവസാന വാക്കാണെന്ന നിലപാട് തങ്ങൾക്കില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. സർക്കാരാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യം അന്വേഷിച്ച റിപ്പോർട്ടാണ് വിജിലൻസ് നൽകിയിരിക്കുന്നത്. സർക്കാർ ഇത് സംബന്ധിച്ച തീരുമാനം എടുക്കട്ടെ എന്ന് പറഞ്ഞ എം.വി. ഗോവിന്ദൻ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള നീക്കമാണിതെന്ന ആരോപണവും തള്ളുന്നു. അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്യേണ്ടെന്നും വിദേശത്ത് പോയി പണം സ്വരൂപിക്കാൻ ആർക്കും അവകാശമില്ലെന്നുമാണ് എം.വി. ഗോവിന്ദന്റെ പക്ഷം. കേന്ദ്ര ഏജൻസിയെ സംബന്ധിച്ച് പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്. ഇവിടുത്തെ വിഷയം വിദേശ പണം സ്വരൂപിച്ചതുമായി ബന്ധപ്പെട്ടാണ്. വിഷയത്തിൽ സർക്കാർ നിയമപരമായി ചെയ്യാൻ കഴിയുന്നതായിരിക്കും ചെയ്യുകയെന്ന് എം.വി. ഗോവിന്ദൻ പറയുന്നു. സർക്കാർ ആവശ്യമായ നിലപാട് സ്വീകരിക്കുക എന്നതാണ് CPM-ന്റെ നിലപാട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏത് ഏജൻസിയെ വെച്ചാണ് എം.വി. ഗോവിന്ദൻ ഇനി അന്വേഷിക്കാൻ പോകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര ഏജൻസിയെ ഒന്നും അന്വേഷണത്തിൽ ഇടപെടുത്തുന്നില്ലെങ്കിൽ ഇനി ഏത് ഏജൻസിയാണ് പിണറായി വിജയന് വേണ്ടി അല്ലെങ്കിൽ എം.വി. ഗോവിന്ദന് വേണ്ടി അന്വേഷിക്കാൻ വരേണ്ടത് എന്നുകൂടി വ്യക്തമാക്കണം. പുനർജനി ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണപ്പാട് ഫൗണ്ടേഷൻ സിഇഒയ്ക്കുമെതിരെ CBI അന്വേഷണത്തിന് ഇപ്പോൾ വിജിലൻസ് ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശന് പിന്നാലെയാണ് പുനർജനി ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട മണപ്പാട് ഫൗണ്ടേഷനും സിഇഒയ്ക്കുമെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നത്. FCRA നിയമപ്രകാരം CBI അന്വേഷണം നടത്തണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. ഇന്നലെ VD സതീശനെതിരെ പുനർജനി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള വിജിലൻസിന്റെ ശുപാർശയുടെ വിവരങ്ങളും പുറത്തു വന്നിരുന്നു. പുതിയ ശുപാർശയിൽ ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദിനെതിരെ അന്വേഷണം വേണമെന്നാണ് ശുപാർശ. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഫണ്ട് എത്തിയതും കൈകാര്യം ചെയ്തതും മണപ്പാട് ഫൗണ്ടേഷനാണെന്ന വിജിലൻസിന്റെ മറ്റൊരു റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും പുറത്തെത്തിയിട്ടുണ്ട്. ഈ കണ്ടെത്തലിന്റെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവിന് പുറമെ മണപ്പാട് ഫൗണ്ടേഷനെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം വേണമെന്ന് വിജിലൻസ് ശുപാർശ ചെയ്യുന്നത്. VD സതീശനും അമീർ അഹമ്മദും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് പ്രളയബാധിതരെ പുനരധിവസിപ്പിക്കാനെന്ന പേരിൽ വിദേശത്ത് പണം പിരിച്ച് കേരളത്തിലേക്ക് അയച്ചതെന്ന് ഉൾപ്പെടെയായിരുന്നു പരാതി. പുനർജനി പദ്ധതിയുടെ കാലയളവിൽ മണപ്പാട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് 1,22,00,000 രൂപയ്ക്ക് മേൽ വന്നതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ തുക വിവിധ രാജ്യങ്ങളിൽ നിന്നായി സ്വരൂപിച്ചതാണ്. വിദേശ ഫണ്ട് സ്വീകരിച്ചതിന്റെ ശരിയായ രേഖകൾ മണപ്പാട് ഫൗണ്ടേഷൻ സൂക്ഷിച്ചിട്ടില്ലെന്നും FCRA നിയമലംഘനം നടന്നെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതിനൊക്കെ എതിരെ ഇവരൊക്കെ രംഗത്ത് വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുവരെ രണ്ടുപേരും ചെയ്ത കൃത്യങ്ങൾ അത് അന്വേഷണ വിധേയമാക്കിയാൽ മിക്കവാറും ഇടതു വലതു നേതാക്കന്മാരും ജയിലിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് പരസ്പരം സഹായിച്ചുകൊണ്ട് നിൽക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോ ശബരിമലയിലെ ശില്പങ്ങൾ മോഷ്ടിച്ചതുമായും അവിടെ നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണെങ്കിലും സോണിയാഗാന്ധിക്ക് നേരെ വിരൽ ചൂണ്ടാനില്ല എന്ന് MA ബേബി പറയുന്നു. പക്ഷെ പോറ്റി എങ്ങനെ അവിടെ എത്തിയെന്നും പോറ്റി പാരടി മ്ലേച്ഛമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വിഷയത്തെ വഴിതിരിച്ചു വിടാനാണ് MA ബേബി ശ്രമിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തെറ്റുകാർക്കെതിരെ പാർട്ടി നടപടിയെടുക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നു. പോറ്റി പാരടി മ്ലേച്ഛമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. സോണിയാഗാന്ധിക്ക് നേരെ വിരൽ ചൂണ്ടാനില്ലെന്ന് വ്യക്തമാക്കിയ ബേബി പക്ഷെ പോറ്റി എങ്ങനെ അവിടെ എത്തി എന്നൊക്കെ ചോദിക്കുന്നുമുണ്ട്. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശവുമായി ബന്ധപ്പെട്ട് അസ്വീകാര്യമായതിനെ തള്ളുമെന്നും MA ബേബി പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ തോൽവിയെ ഖത്തർ ലോകകപ്പിൽ ജേതാക്കളായ അർജന്റീനയുടെ പ്രകടനത്തോടും MA ബേബി ഉപമിച്ചു. ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യ മത്സരം തോറ്റപ്പോൾ അർജന്റീനയെ എല്ലാവരും വിമർശിച്ചു. എന്നാൽ പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് ലോകം കണ്ടതാണെന്നും അതുപോലെ ഇടതുമുന്നണി തിരിച്ചു വരുമെന്നൊക്കെയാണ് MA ബേബി പറയുന്നത്. ഏതായാലും സോണിയാഗാന്ധിക്കെതിരെ വിരൽ ചൂണ്ടാനില്ല എന്ന് പറയുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഇരുവരും പ്രതിസന്ധിയിലാകുന്ന ഘട്ടമെത്തിയപ്പോൾ വീണ്ടും ഒന്നിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ ഈ VD സതീശനെതിരായുള്ള കേസിലും ഇനി സർക്കാർ കേന്ദ്ര ഏജൻസികളെ വെക്കില്ല, തങ്ങളാണ് അന്വേഷണം നടത്തുന്ന രീതിയിൽ പറയുമ്പോൾ അതും വിരൽ ചൂണ്ടുന്നത് ഇവരെല്ലാം തമ്മിലുള്ള ഒത്തൊരുമയിലേക്കാണ്. അതായത് അഴിമതി കാണിച്ചാൽ പരസ്പരം സഹായം നൽകിക്കൊണ്ട് പരസ്പരം ഒരുമിച്ച് നീങ്ങുന്ന കേരളത്തിലെ ഇടത് വലത് മുന്നണികളെയാണ് നമ്മൾക്കിപ്പോ കാണാൻ കഴിയുന്നത്.